ഇപ്പൊ നമുക്ക് അതിന്റെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസ് കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസിൽ വരുന്നത് റിസർച്ച് ഫസ്റ്റ് മൊഡ്യൂൾ വരുന്ന റിസർച്ച്, അതിന്റെ മീനിങ്, ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ പോസിറ്റിവിസം ആൻഡ് പോസ്റ്റ് പോസിറ്റിവിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഓക്കെ. ദെൻ അടുത്തത് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത് മെത്തേഡ്സ് ഓഫ് റിസർച്ച് ആണ് വരുന്നത്. അതിൽ നമ്മൾ എക്സ്പെരിമെന്റൽ, ഡെസ്ക്രിപ്റ്റീവ്, ഹിസ്റ്റോറിക്കൽ, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഈ പറയുന്ന മെത്തേഡ്സ് ഏതൊക്കെ ആസ്പെക്റ്റിൽ, ഏതൊക്കെ സിറ്റുവേഷൻസിൽ, കോണ്ടെക്സ്റ്റുകളിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളത് പഠിക്കാനുണ്ട്. നമ്മൾ ഓൾറെഡി ഇവിടെ ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്ന ഏരിയ ഫസ്റ്റ് മൊഡ്യൂളിലെ ടൈപ്സ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തിരിക്കുന്നുണ്ട്, ഈ എക്സ്പെരിമെന്റൽ, ഡെസ്ക്രിപ്റ്റീവ്, ഹിസ്റ്റോറിക്കലും, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്സ് ഒക്കെ ടൈപ്സ് ഓഫ് റിസർച്ച് തന്നെയാണ്. പക്ഷെ അതൊരു സ്പെസിഫിക് കോണ്ടെക്സ്റ്റിൽ ആവുമ്പോൾ അതിനെ മെത്തേഡ്സ് ഓഫ് റിസർച്ച് എന്ന് പറയും. ആ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ ഇന്ന മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ഇന്ന ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നതാണ്. അപ്പൊ അത് കോണ്ടെക്സ്റ്റ് വൈസ് പഠിക്കുമ്പോഴാണ് അവിടെ മെത്തേഡ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ നമ്മളിവിടെ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകും. ഓക്കെ. ദെൻ തേർഡ് മൊഡ്യൂളിൽ വരുന്നതാണ് സ്റ്റെപ്സ് ഓഫ് റിസർച്ച്. നമുക്ക് 11 സ്റ്റെപ്സ് ഓഫ് റിസർച്ച് ഉണ്ട്. അങ്ങനെ ഓരോ സ്റ്റെപ്സും നമുക്ക് പറഞ്ഞു പോവാം. അടുത്തത് തീസിസ് ആൻഡ് ആർട്ടിക്കിൾ റൈറ്റിംഗ്. നമ്മൾ റിസർച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ PhDക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടിയിട്ടോ നമ്മളൊരു പർട്ടിക്കുലർ റിസർച്ച് ചെയ്യുന്നു. ആ ആർട്ടിക്കിൾ എങ്ങനെയാണ് എഴുതേണ്ടത്, അതിന്റെ ഒരു ക്രോണോളജി എങ്ങനെയാണ്, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, അങ്ങനെ ലിറ്ററേച്ചർ റിവ്യൂ, അതിന്റെ ഫോർമാറ്റ് എന്താണ്, ഒരു തീസിസിന്റെയും ആർട്ടിക്കിളിന്റെയും ഫോർമാറ്റ് എന്താണ്, അത് നമ്മൾ പഠിക്കാനുണ്ട്. ഫോർമാറ്റ് ആൻഡ് സ്റ്റൈൽസ് ഫോർ റെഫറൻസിങ്. നമ്മൾ റെഫറൻസ് ചെയ്യുന്നതിന് ചില ഫോർമാറ്റുകൾ ഉണ്ട്. APA, അതുപോലെ തന്നെ പല പല ഫോർമാറ്റുകൾ ഉണ്ട്. MLA സ്റ്റൈല്, ഷിക്കാഗോ സ്റ്റൈല്, അങ്ങനെ പല ഫോർമാറ്റുകൾ ഉണ്ട്. അപ്പൊ ഏത് സ്റ്റൈൽ ഓഫ് റെഫറൻസിങ് ആണ്, ഏത് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ് എഴുതേണ്ടത്, അതൊക്കെ നമുക്കൊന്ന് പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് ICT ഇൻ റിസർച്ച്. ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നിങ്ങൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പോലെ തന്നെ പേപ്പർ 1 നിങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പഠിക്കുന്നത് റിസർച്ചിന്റെ കോണ്ടെക്സ്റ്റിൽ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ യൂസേജിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ അടുത്താണ് റിസർച്ച് എത്തിക്സ്. ഇത് 2019 ശേഷം ഇൻക്ലൂഡ് ചെയ്തൊരു ടോപ്പിക്കാണ് റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട എത്തിക്സ് എന്തൊക്കെയാണ്, വാല്യൂസ് എന്താണ്, മൊറാലിറ്റി എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് അവിടെ അത് പറയുന്നത്. അങ്ങനെ 5 മൊഡ്യൂളായിട്ടാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും വലിയ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഈ റിസർച്ച് ആണ്. ഓക്കെ. ഈ ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളും ഏതാണ്ട് ഒരുപോലെയാണ്, മിക്സപ്പ് ആണ്. അത് നമ്മൾ ഒരുമിച്ച് ക്രോണോളജിക്കലി കൃത്യമായിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു പോകും. ഓക്കെ. സോ എന്താണ് റിസർച്ച് എന്ന് നമുക്ക് നോക്കാം. Research means to search for existing thing, something that remain unknown to us. Research means to search for the existing thing. അതായത് നമ്മൾ റിസർച്ച് ചെയ്യുന്നത് ഒരു എക്സിസ്റ്റിംഗ് തിങ്ങിനെ കുറിച്ചാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിരിക്കാം. റിസർച്ച് മീൻസ് ടു സെർച്ച് ഫോർ ദ എക്സിസ്റ്റിംഗ് തിങ്, സംതിങ് ദാറ്റ് റിമെയിൻ അൺനോൺ ടു അസ്. നമുക്കറിയാൻ പാടില്ലാത്ത ഒരു സംതിങ്, ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടെത്തുന്നു. അതായത് അറിവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുണ്ട്. അത് നമുക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. റിമെയിൻ അൺനോൺ ടു അസ്, നമുക്ക് അൺനോൺ ആണ്. സംതിങ് അൺനോൺ ടു അസ്. എക്സിസ്റ്റിംഗ് തിങ് ആണ്, ഇല്ലാത്ത ഒന്നല്ല, ഉള്ളതാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ഒരു സത്യമാണത്. അതിനെക്കുറിച്ച്, നമുക്കറിയില്ലാത്തതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, റിസർച്ച് ചെയ്ത് കണ്ടെത്തുന്നു. അതിനാണ് എന്ത് വിളിക്കുന്നത്, റിസർച്ച് എന്ന് വിളിക്കുന്നത്. സോ റിസർച്ച് മീൻസ് ടു സെർച്ച് ഫോർ ദ എക്സിസ്റ്റിംഗ് തിങ്, സംതിങ് ദാറ്റ് റിമെയിൻ അൺനോൺ ടു അസ്. ഓക്കെ. സോ റിസർച്ച് ഇൻഡിക്കേറ്റ്സ് ടു ഫൈൻഡ് ഔട്ട് സംതിങ് ന്യൂ ഓൺ ദ ടോപ്പിക് ദാറ്റ് ഓൾറെഡി എക്സിസ്റ്റഡ്. ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ, ഒരു ഏരിയയിൽ പുതിയതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു, അതായത് ആർക്കും അറിയില്ലാത്ത പുതിയൊരു അറിവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ. പക്ഷെ ആ അറിവ് എവിടെയുണ്ട്, പ്രപഞ്ചത്തിലുണ്ട്. പക്ഷേ പ്രപഞ്ചത്തിൽ വേറെ ആർക്കും അറിയില്ലാത്ത ഒരു അറിവാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയതായിട്ട് കണ്ടെത്തി നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, റിസർച്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ. നമുക്ക് വഴിയെ ഓരോ സ്റ്റെപ്സ് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഓക്കെ. എന്താണ് റിസർച്ച് എന്ന് നമുക്ക് ബേസിക്കലി നമുക്ക് നോക്കാം. റിസർച്ചിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം. സോ ഒരു സ്റ്റോറി പോലെ നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാം. നമ്മുടെ സ്റ്റെപ്സ് ഓഫ് റിസർച്ച് ആണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സെഷൻസിലൊക്കെ വരുന്നുണ്ട്. എനിവേ നമുക്ക് ആദ്യം നമുക്ക് നോക്കാം പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. അതായത് ഈ ഒരു സ്ത്രീ റിസർച്ച് ചെയ്യാൻ പോകണം. അപ്പൊ റിസർച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, റിസർച്ച് ചെയ്യാന്നുള്ള ഇന്റൻഷൻ ഒന്നുമില്ല, ആ സ്ത്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മലയുടെ മുകളിൽ പോയി നിൽക്കുകയാണ്. അപ്പോ
കുറുക്കൻ മൂല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിന്റെ ഒരു ഏരിയയിലാണ് പോയി നിൽക്കുന്നത്. നിങ്ങൾ നമ്മുടെ ടോവിനോ തോമസിന്റെ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവും, ഒരു നാട്ടിൽ ഉൽക്ക വീഴുന്നതായിട്ടുള്ള ഒരു സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, AR. അപ്പൊ ആ സിനിമയില് ഒരു കുറുക്കൻ മൂല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ എന്ത് വീണിട്ടുണ്ട്? ഉൽക്ക വീണിട്ടുണ്ട്. ആ ഉൽക്ക അവിടെ വീണിട്ടുണ്ട്. അപ്പൊ ഈ സ്ത്രീ അവിടെ ചെന്ന് നോക്കി നിൽക്കാണ്. നോക്കി നിന്ന് കഴിഞ്ഞപ്പോ ഈ സ്ത്രീ കാണാണ്. ഓക്കെ, ഒബ്സർവ് ചെയ്യുന്നു. ആദ്യം ഒബ്സർവ് ചെയ്ത് നോക്കുന്നു. ഒബ്സർവ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരു കാര്യം കാണാണ്. അതായത് ഒരു ഏരിയയിൽ മാത്രം എന്ത് ചെയ്യുന്നു? മഴ പെയ്യുന്നു. ചില ഏരിയകളിൽ മാത്രം പച്ചപ്പുണ്ട്. ഇങ്ങോട്ടുള്ള ഏരിയകളിലൊക്കെ പച്ചപ്പുണ്ട്. പക്ഷെ ഇങ്ങോട്ടുള്ള ഈ ഏരിയ ഒക്കെ എന്തായിട്ട് കിടക്കാണ്? ഡ്രൈ ആയിട്ട് കിടക്കാണ്. ഓക്കെ, അപ്പോൾ ഈ സ്ത്രീയുടെ മനസ്സിൽ എന്തുണ്ടാവും? ചില റിസർച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ഡ്രൈ ആയിട്ട് കിടക്കുന്നത് എന്നുള്ളതാണ് അവിടെ റിസർച്ച് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ ഈ സ്ത്രീക്ക് അറിയില്ലാത്ത അൺനോൺ ആയിട്ടുള്ള ഒരു കാര്യമാണത്. ഓക്കെ, അപ്പൊ നമുക്ക് അൺനോൺ ആയിട്ടുള്ള കാര്യം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ റിസർച്ച് ക്വസ്റ്റ്യൻ എന്താ? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഏരിയ, ഒരു പർട്ടിക്കുലർ ഏരിയ ഡ്രൈ ആയിട്ട് കിടക്കുന്നു എന്നുള്ളതാണ് അവിടെ റിസർച്ച് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യന് ആൻസർ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, എന്തുകൊണ്ട് അവിടെ ഡ്രൈ ആയി കിടക്കുന്നു എന്ന് നമുക്ക് അറിയില്ല. ഈ സ്ത്രീക്ക് അറിയില്ല. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? നോർമലി നിങ്ങളാണ് ആ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ ആദ്യം ഇപ്പൊ എന്താ ചെയ്യാം? യെസ്, നിങ്ങൾ സർവേയിലേക്കല്ല ഫസ്റ്റ് പോകേണ്ടത്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. കറക്റ്റ് ആണ്, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഗൂഗിളിൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് ഗൂഗിളിൽ കിട്ടുന്ന കാര്യം എന്താണ്? എക്സിസ്റ്റിംഗ് ഇൻഫോർമേഷൻ ആണ് അല്ലെ. മറ്റാരോ ഈ ഒരു കാര്യത്തെക്കുറിച്ച്, ഈ കുറുക്കൻ മൂലയിൽ മഴ പെയ്യാത്തത് എന്താണെന്നുള്ളതിനെ കുറിച്ച് വേറെ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ ഉണ്ടാവും? ഗൂഗിളിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ ഗൂഗിളോ അല്ലെങ്കിൽ ഗൂഗിൾ സ്കോളറോ അങ്ങനെയുള്ള പ്രബന്ധങ്ങള് അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ ഉള്ള സ്ഥലം നമ്മൾ എന്ത് ചെയ്യും? സെർച്ച് ചെയ്ത് നോക്കും. അപ്പൊ അവിടെ നമ്മൾ സെർച്ച് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ, ഈ സ്ത്രീയുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തുകൊണ്ട് കുറുക്കൻ മൂലയിലെ ഒരു പർട്ടിക്കുലർ ഏരിയാസ് മാത്രം ഡ്രൈ ആയിട്ട് കിടക്കുന്നു എന്നുള്ളതാണ് അവിടെ റിസർച്ച് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ റിസർച്ച് ക്വസ്റ്റ്യന് വന്നപ്പോൾ എന്തായിരുന്നു അവിടെ റിസർച്ച് ക്വസ്റ്റ്യൻ? എന്തുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ഡ്രൈ ആയിട്ട് കിടക്കുന്നു? എന്തുകൊണ്ട് ഈ ഏരിയയിൽ മാത്രം മഴ പെയ്യുന്നു, ഇവിടെ മാത്രം മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എന്താ ചെയ്യാൻ? റെയിൻ എന്നുള്ളൊരു കീവേഡ് ഉണ്ട് അല്ലെ, മഴ പെയ്യുക. ഡ്രൈ ആയിട്ട് കിടക്കുന്നു എന്നുള്ളൊരു കീവേഡ് ഉണ്ട് അല്ലെ. അതായത് ഇവിടെ എന്തുകൊണ്ട് ഡ്രൈ ആയി കിടക്കുന്നു, എന്തുകൊണ്ട് മഴ പെയ്യുന്നില്ല എന്നുള്ളതൊക്കെയാണ്. അപ്പൊ മെയിൻ ആയിട്ട് ഇദ്ദേഹത്തിന്റെ റിസർച്ച് ക്വസ്റ്റ്യനിൽ ഉരുത്തിരിയുന്ന ചില കീവേഡുകൾ അഥവാ സെർച്ച് സ്ട്രിങ്സ് എന്ന് പറയും. ഈ സെർച്ച് സ്ട്രിങ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതിന് പകരം നമ്മൾ റിസർച്ച് ചെയ്യുന്ന ആളുകളെ സെർച്ച് ചെയ്യേണ്ട ഏരിയ ആണ് ഗൂഗിൾ സ്കോളർ എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുക? സെർച്ച് ചെയ്യുക. ദാറ്റ് മീൻസ് ലിറ്ററേച്ചറുകൾ വായിക്കുക. അതായത് കുറുക്കൻ മൂലയിൽ മഴ പെയ്യാത്തതിനെ പറ്റി ലിറ്ററേച്ചറിൽ ആരെങ്കിലും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യുക? സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ ആദ്യം എന്താണ് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു. എന്തുകൊണ്ട് മഴ പെയ്തില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഡ്രൈ ആയി കിടക്കുന്നു എന്നുള്ളതാണ് എന്ത് അവിടുത്തെ റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മൾ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യണത് എന്തിൽ നിന്നാണ്? ഫസ്റ്റ് ചെയ്യേണ്ടത് എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്. ഓക്കെ, എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറിൽ നിന്നാണ് ചെയ്യേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനുള്ള ആൻസർ എവിടെ ഉണ്ടെന്ന് നോക്കാം. റിസർച്ച് ചെയ്യുന്നതിന് മുമ്പേ തന്നെ വേറെ ആരെങ്കിലും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടോ നമ്മൾ നോക്കാം. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ വായിക്കേണ്ടത്. സോ ആദ്യം പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു. എന്താണ് റിസർച്ച് പ്രോബ്ലം? എന്തുകൊണ്ട് കുറുക്കൻ മൂലയിൽ മഴ പെയ്യുന്നില്ല, എന്തുകൊണ്ട് കുറുക്കൻ മൂല ഡ്രൈ ആയി കിടക്കുന്നു എന്നുള്ളതാണ് റിസർച്ച് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ലിറ്ററേച്ചർ റിവ്യൂ വായിക്കാം. അപ്പൊ ലിറ്ററേച്ചർ റിവ്യൂ വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന, ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ബിബ്ലിയോമെട്രിക് അനാലിസിസ് എന്ന് പറയുന്ന പരിപാടി. ഇപ്പൊ നമ്മളുടെ സെർച്ചിലുള്ള സ്ട്രിങ്സ് എന്തായിരുന്നു? സെർച്ച് സ്ട്രിങ്സ് എന്തൊക്കെയായിരുന്നു? എന്തുകൊണ്ട് ഡ്രൈ ആയി കിടക്കുന്നു, എന്തുകൊണ്ട് മഴ പെയ്യുന്നില്ല, റെയിൻ്റെ എന്താണ്? ആബ്സെൻസ് ആണ് അല്ലെ. റെയിൻ, ആബ്സെൻസ്, ഇങ്ങനെയുള്ള കുറച്ച് കീവേഡുകൾ, റിസർച്ച് ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കീവേഡുകൾ നമ്മൾ എന്ത് ചെയ്യും? സെർച്ച് ചെയ്യും. ഓക്കെ, അത് നമ്മൾ സെർച്ച് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും? സിസ്റ്റമാറ്റിക് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എവിടെ സെർച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചു വെച്ചോ. സ്കോപ്പസ്, അതുപോലെ തന്നെ വെബ് ഓഫ് സയൻസ്, പബ്മെഡ്, IEEE എക്സ്പ്ലോർ പോലുള്ള ഡാറ്റാ ബേസുകളിലാണ് എന്ത് ചെയ്യുന്നത്? സെർച്ച് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് ഡാറ്റാ ബേസ്?
മറ്റുള്ള ആളുകൾ റിസർച്ച് ചെയ്ത ആർട്ടിക്കിളുകളുടെ അല്ലെങ്കിൽ PhD തീസിസുകളുടെ ഒരു ഡാറ്റാബേസ് ആണ്. ഡാറ്റാബേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റാബേസിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓതറിന്റെ പേരുണ്ടാവും, അത് എഴുതിയ ഓതറിന്റെ പേരുണ്ടാവും, ആ ഓതർ എഴുതിയ ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ ഉണ്ടാവും, ആ ഓതർ എഴുതിയ ആർട്ടിക്കിളിനെ പറ്റിയുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു അബ്സ്ട്രാക്ട് ഉണ്ടാവും, ഒരു പാരഗ്രാഫിൽ അതിനെ പറ്റിയുള്ള ഒരു അബ്സ്ട്രാക്ട് ഉണ്ടാവും, അതുപോലെ തന്നെ അതിന്റെ ലിങ്ക് ഉണ്ടാവും. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള ബിബ്ലിയോഗ്രാഫിക് ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ഓതർ ഏത് വർഷത്തില്, ഏത് ജേണലില്, ഏത് ആർട്ടിക്കിളിന്റെ പേരെന്താണ്, ടൈറ്റിൽ എന്താണ്, അബ്സ്ട്രാക്ട്, അതുപോലെ തന്നെ ലിങ്ക്, DOI, അങ്ങനെയുള്ള അനുബന്ധമായിട്ടുള്ള കുറെ അധികം ഇൻഫോർമേഷൻസിനെയാണ് എന്ത് വിളിക്കുന്നത്, ബിബ്ലിയോഗ്രാഫിക് ഇൻഫോർമേഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ബിബ്ലിയോഗ്രാഫിക് ഇൻഫോർമേഷൻസ് കിട്ടുന്ന സോഴ്സിന്റെ പേരാണ് സ്കോപ്പസ്, വെബ് ഓഫ് സയൻസ്, പബ്മെഡ്, IEEE എക്സ്പ്ലോർ എന്ന് പറയുന്ന അങ്ങനെ അനേകം സോഴ്സുകൾ ഉണ്ട്. മെയിൻ ആയിട്ടുള്ള 4 സോഴ്സുകളാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. സ്കോപ്പസ് ഉണ്ട്, വെബ് ഓഫ് സയൻസ് ഉണ്ട്, സോഷ്യൽ സയൻസ് ഏരിയയിലുള്ളതൊക്കെയാണ് സ്കോപ്പസ്, വെബ് ഓഫ് സയൻസ് എങ്കിൽ പബ്മെഡ് എന്ന് പറയുന്നത് മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടുള്ള റിസർച്ച് ആർട്ടിക്കിളുകളുടെ ശേഖരമാണ് പബ്മെഡ്. അതിന്റെ ഡാറ്റാബേസ് ഉള്ളതാണ് പബ്മെഡിൽ. എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിലുള്ള സംഭവങ്ങളാണ്, സയൻസുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിലാണ് IEEE എക്സ്പ്ലോർ എന്ന് പറയുന്നത്. അപ്പോ നമ്മളുടെ ഈ ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ടുണ്ടോ, റെയിന്റെ ആബ്സെൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഒരു സ്ഥലം ഡ്രൈ ആയി കിടക്കുന്നതിനെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്തിട്ടുണ്ടോ, നമ്മൾ എവിടെ സെർച്ച് ചെയ്ത് നോക്കും, ഈ സ്കോപ്പസിലോ, വെബ് ഓഫ് സയൻസിലോ, പബ്മെഡ്, IEEE എക്സ്പ്ലോർ പോലുള്ള ഡാറ്റാബേസിൽ പോയിട്ട് കീവേഡ് അടിച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കും. ഓക്കെ, ഡ്രൈ, റെയിൻ, റെയിനിങ്, ആബ്സെൻസ് ഓഫ് റെയിൻ എന്നൊക്കെ പറഞ്ഞ് കീവേഡ് അടിച്ചു നോക്കും. അങ്ങനെ കീവേഡ് അടിക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ആ കീവേഡുമായി കണക്ട് ചെയ്തിട്ടുള്ള റിസർച്ച് ആർട്ടിക്കിളുകൾ ചിലപ്പോൾ ഒരു 1000-ഓളം റിസർച്ച് ആർട്ടിക്കിളുകൾ നമുക്ക് കിട്ടും. ഓക്കെ, ഈ 1000 ആർട്ടിക്കിളുകൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അനാലിസിസ് ചെയ്യുന്ന പരിപാടിയാണ് ബിബ്ലിയോമെട്രിക് അനാലിസിസ്. ഈ 1000 ആർട്ടിക്കിളുകൾ ഏതൊക്കെ രാജ്യത്ത് ചെയ്തതാണ്, ഈ 1000 ആർട്ടിക്കിളിൽ വന്നിരിക്കുന്ന ഓതേഴ്സ് ആരൊക്കെയാണ്, ഏതൊക്കെ ജേണലുകളിലാണ് ഈ 1000 ആർട്ടിക്കിൾസ് വന്നിരിക്കുന്നത്, ഈ ഡ്രൈനെസിനെ കുറിച്ചും റെയിന്റെ ആബ്സെൻസിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിരിക്കുന്നത് എവിടെയൊക്കെയാണ്. അവിടെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കുറുക്കൻ മൂലയിൽ, നമ്മുടെ ചോദ്യം എന്തായിരുന്നു, കുറുക്കൻ മൂലയിൽ മഴ പെയ്യാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. അതിനുള്ള ആൻസർ അവിടെ ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നോക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ബിബ്ലിയോമെട്രിക് അനാലിസിസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ബിബ്ലിയോമെട്രിക് അനാലിസിസ് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ആർട്ടിക്കിളുകളെ പറ്റി നമ്മൾ ആദ്യം ഓതർ ആരാണ്, ഏതൊക്കെ വർഷത്തിൽ ചെയ്തതാണ്, കുറുക്കമൂലയിൽ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ടോ എന്നുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് അനാലിസിസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഏതായാലും നമ്മുടെ ക്വസ്റ്റ്യനുള്ള ആൻസർ അവിടെ ഇല്ല. പർട്ടിക്കുലർലി കുറുക്കമൂലയിൽ മഴ പെയ്യാത്തതിനുള്ള പറ്റിയുള്ള ക്വസ്റ്റ്യനുള്ള ആൻസർ അവിടെ ഇല്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ 1000 ആർട്ടിക്കിളില് ഈ ഡ്രൈനെസിനെ പറ്റിയും റെയിന്റെ ആബ്സനൻസിനെ പറ്റിയും മാത്രം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കുന്ന നല്ല പഠനങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, ഈ 1000 ആർട്ടിക്കിളിൽ നിന്ന് ഒരു 90 ആർട്ടിക്കിളുകളാക്കി നമ്മൾ ചുരുക്കും. ഞാൻ എക്സാമ്പിളോട്ട് പറയുന്നുണ്ടോ, 90, 60, 40 എത്ര വേണമെങ്കിലും ആവാം. അപ്പൊ നമ്മളൊരു 40, 50, 60, 90 ആർട്ടിക്കിളാക്കി നമ്മൾ എന്ത് ചെയ്യും, ചുരുക്കും. ബെസ്റ്റ് ആർട്ടിക്കിളുകളെ നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, നമ്മുടെ കോണ്ടെക്സ്റ്റിന് റെലവെന്റ് ആണെന്ന് തോന്നുന്ന ആർട്ടിക്കിളെ നമ്മൾ സെലക്ട് ചെയ്യും. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ആ ആർട്ടിക്കിളുകൾ നമ്മൾ എന്ത് ചെയ്യും, ഫുള്ള് ഡൗൺലോഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ ചെയ്തത് ആദ്യം ചെയ്തത് 1000 ആർട്ടിക്കിളുകളുടെ ഓതറിന്റെ പേര്, ടൈറ്റിൽ, അബ്സ്ട്രാക്ട്, ലിങ്ക്, ഇത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഫുൾ ആർട്ടിക്കിൾ വായിച്ചിട്ടില്ല. ഇനി നമ്മൾ എന്താ ചെയ്യണത്, അതിലെ ബെസ്റ്റ് ആർട്ടിക്കിളുകൾ ആ അബ്സ്ട്രാക്ട് വെച്ചിട്ട് സ്ക്രീൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബെസ്റ്റ് ഒരു 60, 70, 80, 90 ആർട്ടിക്കിളുകൾ നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് ഇതെല്ലാം ഡൗൺലോഡ് ചെയ്യും. ഈ ഡൗൺലോഡ് ചെയ്തിട്ട് ഫുൾ ആർട്ടിക്കിൾ വായിച്ചിട്ട് റിവ്യൂ ചെയ്യും. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, സിസ്റ്റമാറ്റിക് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, സിസ്റ്റമാറ്റിക് ലിറ്ററേച്ചർ റിവ്യൂ നമ്മൾ ചെയ്യുന്നു. സിസ്റ്റമാറ്റിക് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ റിവ്യൂ ചെയ്യണ സമയത്ത് ഈ സ്ത്രീ എന്താ കാണുന്നത്, റഷ്യ, അതുപോലെ തന്നെ സൈബീരിയ, റഷ്യയിൽ 2013, സൈബീരിയ 1908 അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മെറ്റോറിറ്റ് ഫാൾ അഥവാ ഉൽക്ക വീണിട്ടുണ്ട്. ഉൽക്ക വീണത് കൊണ്ട് തന്നെ നോ റെയിൻഫാൾ ഒക്കേർഡ് ഡ്യൂറിങ് ദീസ് പ്ലേസസ്, ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടില്ല, മഴ പെയ്തിട്ടില്ല. അഥവാ മെറ്റോറൈറ്റ് ഫോൾ വന്നു, അതായത് ഉൽക്ക വീണത് കൊണ്ട് മഴ പെയ്തിട്ടില്ല.
ആ ഉൽക്ക വീണതുകൊണ്ട് മഴ പെയ്യാത്തതിന്റെ കാരണം എന്താണ്? ഹൈ ഹ്യൂമിഡിറ്റി ആണ്. ഈ പറയപ്പെടുന്ന റഷ്യയിലും സൈബീരിയയിലും ഹൈ ഹ്യൂമിഡിറ്റി ഉണ്ടായി. ആ ഹൈ ഹ്യൂമിഡിറ്റി ആണ് എന്തുണ്ടാക്കിയത്? മഴയെ ഇൻഫ്ലുവൻസ് ചെയ്തത്. മാത്രമല്ല, ഈ പറയുന്ന സ്ഥലത്ത് ഹൈ ഹ്യൂമിഡിറ്റി ഉണ്ടാവുകയും ഉൽക്ക വന്ന് വീണത് കൊണ്ട് തന്നെ ടോൾ ട്രീസ് ആർ ഓഫ് ആൻ ആബ്സെന്റ്. അതായത് ആ മേഖലകളിൽ ഉയർന്ന ഹൈറ്റ് ഉള്ള മരങ്ങൾ ആബ്സെന്റ് ആയിരുന്നു. അങ്ങനെ ആബ്സെന്റ് ആയതുകൊണ്ട് എന്ത് ചെയ്തു? എൻവയോൺമെന്റൽ ഷിഫ്റ്റ് ഉണ്ടായി, കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവുകയും അതുകൊണ്ട് മഴ പെയ്യാതിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് എന്താ മനസ്സിലാക്കണത്? കുറുക്കൻ മൂലയിൽ മഴ പെയ്യാത്തതിന്റെ കാരണം നമ്മൾ അന്വേഷിച്ചു പോയപ്പോൾ അതിനെപ്പറ്റി റിസർച്ച് ആർട്ടിക്കിളിൽ ഒന്നും പറയുന്നില്ല. പക്ഷെ റഷ്യയിലും സൈബീരിയയിലും മഴ പെയ്യാത്തതിന്റെ കാരണം കണ്ടെത്തി. എന്താ കണ്ടെത്തിയത്? ആ പറയപ്പെടുന്ന സ്ഥലത്ത് മെറ്റോറിറ്റ് ഫാൾ ഉണ്ടായി, ഉൽക്ക വീണു. ഉൽക്ക വീണതാണോ യഥാർത്ഥ കാരണം? ഉൽക്ക വീണത് കൊണ്ട് ഹ്യൂമിഡിറ്റി കൂടിയത് കൊണ്ട് മഴ പെയ്തില്ല. അതുപോലെ തന്നെ ടോൾ ട്രീസ് ഉണ്ടായില്ല. ടോൾ ട്രീസിന്റെ ആബ്സെൻസ് കൊണ്ടും എന്ത് സംഭവിച്ചു? മഴ പെയ്യാതിരുന്നു. യെസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഈ ലിറ്ററേച്ചർ വായിച്ചപ്പോൾ ഇനി പറയൂ നിങ്ങൾ, കുറുക്കൻ മൂലയിൽ മഴ പെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കാം? ഹൈ ഹ്യൂമിഡിറ്റി, ആബ്സെൻസ് ഓഫ് ടോൾ ട്രീസ്, അല്ലെ? ആബ്സെൻസ് ഓഫ് ടോൾ ട്രീസ്. ഇത് രണ്ട് കാരണം കൊണ്ടല്ലേ എന്ത് സംഭവിച്ചത്? മഴ പെയ്യാതിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോ ഇവിടെ നിന്ന് നമ്മൾ എന്തിലേക്ക് പോവാണ്? ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യാണ്. ലിറ്ററേച്ചർ വായിച്ചപ്പോൾ നമുക്ക് എന്തുണ്ടായി? അപ്പോൾ നമ്മൾ ഗൂഗിൾ സ്കോളർ, റിസർച്ച് ഗേറ്റ് പോലുള്ള സ്ഥലത്ത് നിന്ന് സെർച്ച് ചെയ്യട്ടെ, അതാണ് അവിടെ പറയുന്നത്. സോ ഇതിൽ നിന്ന് ഹൈപ്പോത്തിസിസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ എന്താണ് ഹൈപ്പോത്തിസിസ്? ഹയർ ലെവൽ ഓഫ് അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി സിഗ്നിഫിക്കന്റ്ലി ഇൻഫ്ലുവൻസ് ദ ലൈക്ലിഹുഡ് ഓഫ് റെയിൻഫോൾ ഇൻ കുറുക്കൻ മൂല. കുറുക്കൻ മൂലയില് മഴ പെയ്യാത്തതിന്റെ കാരണം, മഴയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ്? അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി ആണ് എന്നുള്ള അസംഷൻ നമ്മൾ വെച്ചു. ഈ അസംഷനെ വിളിക്കുന്ന പേരെന്താണ്? റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്നാണോ, നൾ ഹൈപ്പോത്തിസിസ് എന്നാണോ? നോ, ഇത് നൾ ഹൈപ്പോത്തിസിസ് അല്ല, ഇതാണ് റിസർച്ച് ഹൈപ്പോത്തിസിസ്. നമ്മൾ റിസർച്ച് വായിച്ചപ്പോ നമുക്ക് എന്താ മനസ്സിലായത്? സൈബീരിയയിലും റഷ്യയിലും മഴയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഹ്യൂമിഡിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ കുറുക്കൻ മൂലയിലും എന്തായിരിക്കും? ഹയർ ലെവൽ ഓഫ് അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി സിഗ്നിഫിക്കന്റ്ലി ഇൻഫ്ലുവൻസ് ദ ലൈക്ലിഹുഡ് ഓഫ് റെയിൻഫോൾ ഇൻ കുറുക്കൻ മൂല. അവിടത്തെ പോലെ തന്നെ ഇവിടെയും. മനസ്സിലായോ? ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് നള്ള്? ഹയർ ലെവൽ ഓഫ് അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി ഡസ് നോട്ട് ഇൻഫ്ലുവൻസ്, സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് വരുന്നതും ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ദ ലൈക്ലിഹുഡ് ഓഫ് റെയിൻഫോൾ ഇൻ കുറുക്കൻ മൂല എന്നെഴുതും. ഇതിനാണ് എന്ത് വിളിക്കുന്നത്? നൾ. നേരെ ഓപ്പോസിറ്റ് നമ്മൾ വയ്ക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നൾ ഹൈപ്പോത്തിസിസിനെ അക്സെപ്റ്റ് ചെയ്തോ റിജക്ട് ചെയ്തോ എന്ന് നോക്കണം. അപ്പൊ ദെൻ വാട്ട് ഈസ് ഹൈപ്പോത്തിസിസ്? ഹൈപ്പോത്തിസിസ് നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്. എന്താണോ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ പറയുന്നത് അതിനെയാണ് നമ്മൾ എന്തായിട്ട് എഴുതി വെക്കുന്നത്? ഹൈപ്പോത്തിസിസ് ആയിട്ട് എഴുതി വെക്കുന്നത്, അഥവാ റിസർച്ച് ഹൈപ്പോത്തിസിസ് ആയിട്ട് എഴുതി വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആ ആർട്ടിക്കിളുകളിൽ കണ്ടു. എന്താണ് കണ്ടത്? ദ ആബ്സെൻസ് ഓഫ് ടോൾ ട്രീസ് ഇൻഫ്ലുവൻസസ് റെയിൻഫോൾ ഓഫ് കുറുക്കമൂല. അങ്ങനെ അവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ റെയിൻഫോളിനെ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യും? ആബ്സെൻസ് ഓഫ് ടോൾ ട്രീസ് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് എഴുതി? അങ്ങനെ കുറുക്കമൂലയിൽ അങ്ങനെയായിരിക്കും, ദ ആബ്സെൻസ് ഓഫ് ടോൾ ട്രീസ് ഇൻഫ്ലുവൻസസ് റെയിൻഫോൾ ഇൻ കുറുക്കൻമൂല എന്ന് എഴുതി. ഓക്കെ, അപ്പൊ രണ്ട് ഹൈപ്പോസ് എഴുതി. അപ്പൊ നമുക്ക് ഒബ്ജക്റ്റീവായി. നമ്മുടെ രണ്ട് ഒബ്ജക്റ്റീവ് എന്താ? അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി മഴയെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ? ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? ടോൾ ട്രീസിന്റെ ആബ്സെൻസ് റെയിൻഫോളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ? അപ്പൊ രണ്ട് ഒബ്ജക്റ്റീവായി, അതുപോലെ തന്നെ രണ്ട് ഹൈപ്പോത്തിസിസുമായി. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു കൺസെപ്ച്വൽ മോഡൽ ബിൽഡ് ചെയ്തു. എന്താ മോഡൽ ബിൽഡ് ചെയ്തത്? റെയിൻഫോളിനെ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? ഹ്യൂമിഡിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുപോലെ തന്നെ റെയിൻഫോളിനെ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? ടോൾ ട്രീസ് എന്ത് ചെയ്യുന്നു? ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇവിടെ റെയിൻഫോളിനെ വിളിക്കുന്ന പേരാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നും, ഹ്യൂമിഡിറ്റിനെ ടോൾ ട്രീസിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും. റെയിൻഫോൾ ഈസ് എ ഡിപ്പെൻഡന്റ് വേരിയബിൾ ബിക്കോസ് റെയിൻഫോൾ ഡിപ്പെൻഡ്സ് ഓൺ ഹ്യൂമിഡിറ്റി ആൻഡ് ടോൾ ട്രീസ്. റെയിൻഫോൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഹ്യൂമിഡിറ്റിനെയും ടോൾ ട്രീസിനെയും എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്യുന്നു. പക്ഷെ ഹ്യൂമിഡിറ്റിയും ടോൾ ട്രീസ് എന്ത് ചെയ്യുന്നില്ല? റെയിൻഫോളിനെ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കുന്നു? ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മൾ റിസർച്ച് പ്രോബ്ലത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ലിറ്ററേച്ചർ വായിച്ചു നോക്കി.
ആ വായനയിൽ നിന്നും നമുക്ക് റിസർച്ച് പ്രോബ്ലത്തിനുള്ള ആൻസർ കണ്ടെത്താൻ പറ്റിയില്ല, പക്ഷെ ചില അസംഷൻസിലേക്ക് നമ്മൾ എത്തി. അവിടെ ഐഡന്റിഫിക്കേഷൻ ഓഫ് വേരിയബിൾസ് ഐഡന്റിഫൈ ചെയ്തു. അഥവാ നമ്മൾ ഹൈപ്പോത്സിസ് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, അവിടെ വേരിയബിൾ ഐഡന്റിഫൈ ചെയ്തു, ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും എന്ത് ചെയ്തു, ഐഡന്റിഫൈ ചെയ്തു. പക്ക കറക്റ്റ്. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഹൈപ്പോത്തിസിസ് ആയി. ക്ലിയർ ആയല്ലോ? ദെൻ റിസർച്ച് ഡിസൈൻ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു അസംഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമിഡിറ്റി റെയിൻഫോളിനെ ഇൻഫ്ലുവൻസ് ചെയ്യോ ടോൾട്രീസ് റെയിൻഫോളിനെ ഇൻഫ്ലുവൻസ് ചെയ്യോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, ഈ അസംഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിസർച്ച് ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് വേണോ അതോ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ ചെയ്യണം? ഒരാൾ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത്? ഷെയ്ല മിസ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത്? ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയാനുള്ള കാരണം, നമുക്ക് എന്തുണ്ട്? ഹൈപ്പോത്തിസിസ് ഉണ്ട്, അസംഷൻ ഉണ്ട്. അസംഷൻ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ടെസ്റ്റ് ചെയ്യാനുണ്ട്. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഫസ്റ്റ് അസംഷൻ എന്താണ്? ഹ്യൂമിഡിറ്റി റെയിൻഫോളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് എഴുതി വെച്ചത്. സിഗ്നിഫിക്കൻലി ഇൻഫ്ലുവൻസ് എന്നാ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്യോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിഗ്രഷൻ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? റിഗ്രഷൻ എന്ന് പറയുന്ന, ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് ദ റെയിൻഫോൾ. യെസ്, ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? ആ പാത്ത് നമ്മൾ എഴുതിയപ്പോൾ ആ പാത്ത് നമ്മൾക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ? റിഗ്രഷൻ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ റിഗ്രഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് വൈനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് നോക്കുക. റിഗ്രഷൻ എന്താ ചെയ്യണം? എക്സ് വൈനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എക്സ് വൈനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന റിഗ്രഷൻ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ആണ്. അതെന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഹൈപ്പോത്തിസിസ് പ്രൂവ് ചെയ്യാൻ ഏത് ഡിസൈൻ ആണ് യൂസ് ചെയ്യേണ്ടത്? ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ ആണ് യൂസ് ചെയ്യേണ്ടത്. എന്തല്ല? ക്വാളിറ്റേറ്റീവ് അല്ല. എന്ന് വിചാരിച്ച എല്ലാ സ്ഥലത്തും ക്വാണ്ടിറ്റേറ്റീവ് അല്ല. ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ക്വാണ്ടിറ്റേറ്റീവ് ആണ് ചെയ്യേണ്ടത്, ക്വാളിറ്റേറ്റീവ് അല്ല ചെയ്യേണ്ടത്. ഇൻ കേസ് ഈ സ്ത്രീ ലിറ്ററേച്ചർ റിവ്യൂ വായിച്ച സമയത്ത് സൈബീരിയയിലോ റഷ്യയിലോ ഈ പറയപ്പെടുന്ന സ്ഥലത്തൊന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, ഇതിനെപ്പറ്റി പഠനങ്ങളില്ല, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മഴ പെയ്യാത്തതിനെ പറ്റി പഠിക്കാൻ പോകുന്നതെങ്കിൽ ഈ സ്ത്രീക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിറ്ററേച്ചർ സപ്പോർട്ടുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്തുണ്ടാവില്ല? ഇതുപോലെ ഹൈപ്പോത്തിസിസ് ഉണ്ടാവുമോ? ലിറ്ററേച്ചർ സപ്പോർട്ടുകളുടെ പ്രസൻസ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഹൈപ്പോത്തിസിസ് ഇല്ല. ഹൈപ്പോത്തിസിസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഈ സ്ത്രീ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? കണ്ടുപിടിക്കേണ്ടി വരും. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് മഴയുടെ ആബ്സെൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് എന്ത് ചെയ്യണം? ഈ സ്ത്രീ കണ്ടുപിടിക്കേണ്ടി വരും. അസംഷൻ ഒന്നും തന്നെ ഇല്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഈ സ്ത്രീ ചെയ്യേണ്ട റിസർച്ച് എന്താണ്? എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണ്. പുതിയൊരു കാര്യം കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ആ സമയത്ത് ചിലപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റിലൂടെ റിസർച്ച് ചെയ്യേണ്ടി വരും. ആ നാട്ടിലൂടെ നടന്ന് ആ നാട്ടിലുള്ള കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്ത് ഇങ്ങനെ എഴുതി എഴുതി ക്വാളിറ്റേറ്റീവ്ലി അത് എന്ത് ചെയ്യേണ്ടി വരും? പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, പക്ഷെ ഇവിടെ എന്തുണ്ട്? എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറിന്റെ സപ്പോർട്ട് ഉണ്ട്. കുറുക്കുമൂലയിലല്ല, വേറെ നാട്ടുകളിലും ഉണ്ട്. അതുകൊണ്ട് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഹൈപ്പോത്തിസിസ് അസംഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രൂവ് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കലി ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ ഈ സ്ത്രീ ഏത് ടെക്നിക്ക് യൂസ് ചെയ്തത്? ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക, എല്ലായ്പ്പോഴും ക്വാണ്ടിറ്റേറ്റീവ് ആവണമെന്നില്ല, ചില സാഹചര്യങ്ങളിൽ ക്വാളിറ്റേറ്റീവ് ആവാം. യെസ്. ദെൻ എന്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഏത് സാഹചര്യത്തിലാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് യൂസ് ചെയ്യുന്നത്? എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറുകളുടെ ആബ്സെൻസ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ കണ്ടെത്താനായിട്ടോ എന്തില്ല? ഒന്നുമില്ല. അതുപോലെ തന്നെ റിയൽ ലൈഫ് സിറ്റുവേഷനും നമ്മൾ എന്താ ചെയ്യണത്? കറക്റ്റ് ആണ്, ക്വാളിറ്റേറ്റീവ് ആണ് നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറിന്റെ ആബ്സെൻസ് കുറവാണ്. ആബ്സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പോവാം, ക്വാളിറ്റേറ്റീവിലേക്ക് പോവാം. അസംഷൻ ഇല്ലാതെ വരുമ്പോൾ, അസംഷൻ ഇല്ലാതെ വരുന്നത് എപ്പോഴാണ്? സോ നമുക്ക് അധികം ലിറ്ററേച്ചർ ഇല്ലാത്ത സമയത്താണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുക? ക്വാളിറ്റേറ്റീവ് റിസർച്ച് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതാണ്, ഈ സാഹചര്യത്തിലും ഈ സ്ത്രീ ചെയ്യാൻ പോകുന്നത് ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ്. ക്വാണ്ടിറ്റേറ്റീവുമാണ്, ഡെസ്ക്രിപ്റ്റീവുമാണ്. കാരണം എന്തുകൊണ്ടാ? ഷീ ഈസ് ഡിസ്ക്രൈബിംഗ് ആൻ എക്സിസ്റ്റിംഗ് തിയറി ഇൻ ന്യൂ കോണ്ടെക്സ്റ്റ്. ഷീ ഈസ് ഡിസ്ക്രൈബിംഗ് ആൻ എക്സിസ്റ്റിംഗ് തിയറി ഇൻ സൈബീരിയ ആൻഡ് റഷ്യ ഇൻ കുറുക്കൻ മൂല കോണ്ടെക്സ്റ്റ്. അവിടെയുള്ള തിയറി തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്യുന്നു? ഡിസ്ക്രൈബ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് as ഡിസ്ക്രിപ്റ്റീവ്. ഡിസ്ക്രൈബിംഗ് ആൻ എക്സിസ്റ്റിംഗ് തിയറി ഇൻ എ ന്യൂ കോണ്ടെക്സ്റ്റ്. ഒരു തിയറിയുടെ, ഒരു സത്യത്തിന്റെ വെളിച്ചത്തിൽ
മറ്റൊരു സ്ഥലത്ത് അത് തന്നെയാണോ എന്ന് എന്ത് ചെയ്യുന്നു, ഡിസ്ക്രൈബ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച്. സോ ഈ സ്ത്രീ ചെയ്യുന്ന റിസർച്ച് ഡിസൈൻ ഏതാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ്, അറ്റ് ദ സെയിം ടൈം ഡെസ്ക്രിപ്റ്റീവുമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ റിസർച്ച് ഡിസൈൻ ഉണ്ടാക്കേണ്ടത് എന്തിന്റെ ബേസിലാണ്, നമ്മുടെ പർപ്പസ് നോക്കിയിട്ടാണ്. ദാറ്റ് മീൻസ് തൊട്ടപ്പുറം നമ്മുടെ ഹൈപ്പോത്തിസ് എഴുതിയിട്ടുണ്ട്. ആ ഹൈപ്പോത്തിസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിസർച്ച് ഡിസൈൻ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ഹൈപ്പോത്തിസ് എവിടെ നിന്ന് ഉണ്ടാവുന്നത്, എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറിൽ നിന്ന്. എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ എന്തിനാ നോക്കിയത്, നമ്മുടെ റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോബ്ലത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ലിറ്ററേച്ചർ വായിച്ചു. ലിറ്ററേച്ചർ വായിച്ചപ്പോൾ ഉത്തരം കൃത്യമായിട്ട് കിട്ടിയില്ല. അപ്പൊ നമുക്ക് അവിടെ നിന്ന് കിട്ടി, അസംഷൻസ് കിട്ടി. ആ അസംഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. അതിനാണ് എന്ത് വിളിക്കുന്നത്, റിസർച്ച് ഡിസൈൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ഈ ഡിസൈൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സമയവും പണവും ഇതെല്ലാം നോക്കിയിട്ട് വേണം റിസർച്ച് ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് റിസർച്ചുകൾ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കും.